മലയാളികളുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച T20 വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാൾ. IPL-ലായാലും അന്താരാഷ്ട്ര T20 മത്സരങ്ങളിലായാലും സ്വന്തം പ്രതിഭ കൊണ്ട് എതിരാളികളുടെ വായടപ്പിച്ചവൻ. എന്നാൽ ഇന്നത്തെ അവസ്ഥയെന്താണ്? T20 ടീമിൽ സഞ്ജുവിനെ തഴയുമ്പോൾ, പ്ലേയിങ് 11-ൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ എന്തുകൊണ്ടാണ് ആരും ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ അസാന്നിധ്യം വലിയൊരു ചോദ്യചിഹ്നമായി മാറാത്തത്? ഒടുവിൽ ഇതിന് കൃത്യമായ മറുപടിയുമായി ഒരു മുൻ ഇന്ത്യൻ താരം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ആരാണ് ആ താരം? എന്താണ് സഞ്ജുവിന്റെ ഈ മാറ്റിനിർത്തലിന് പിന്നിലെ യഥാർത്ഥ കാരണം? കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത്. സഞ്ജു സാംസൺ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കടുത്ത വേദനയാണ്. സഞ്ജുവിന് ബാറ്റിംഗ് ഡെപ്തുള്ള ഒരു T20 ടീമിൽ എന്തുകൊണ്ട് പ്ലേയിങ് 11-ൽ സ്ഥാനം ലഭിക്കുന്നില്ല? ഈ ചോദ്യം ആഞ്ഞടിക്കുമ്പോഴാണ് മുൻ ഇന്ത്യൻ താരം ദീപ് ദാസ്ഗുപ്തയുടെ പ്രതികരണം പുറത്തുവരുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഇത്രയും നാൾ ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകും. സഞ്ജുവിനെ ഒഴിവാക്കിയത് സഞ്ജുവിന്റെ ഫോമില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ സെലക്ടർമാർക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ എതിർപ്പുള്ളതുകൊണ്ടോ അല്ല. പിന്നെ എന്തുകൊണ്ടാണ്? ഇവിടെയാണ് T20 സെലക്ഷൻ കമ്മിറ്റിയുടെ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ പ്രവർത്തിക്കുന്നത്. അതാണ് റൊട്ടേഷൻ പോളിസി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ലളിതമായ സത്യമുണ്ട്. ഒരു T20 ടീമിൽ കളിക്കാനിറങ്ങാൻ കഴിയുന്നത് 11 കളിക്കാർക്ക് മാത്രമാണ്. എന്നാൽ സ്ക്വാഡിൽ 10-ലേറെ താരങ്ങൾ പുറത്തിരിക്കുന്നുണ്ട്. ഈ എല്ലാ കളിക്കാർക്കും കൃത്യമായ അവസരങ്ങൾ നൽകിക്കൊണ്ട് മാത്രമേ ഒരു T20 ടീമിന് മുന്നോട്ടു പോകാൻ സാധിക്കൂ. ഇവിടെ ദീപ് ദാസ്ഗുപ്ത വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഇന്ത്യയുടെ മാച്ച് വിന്നർമാരിൽ ഒരാളായ അക്ഷർ പട്ടേലിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഇന്ത്യൻ T20 നിരയിലെ വജ്രായുധമാണ് അക്ഷർ. എന്നാൽ മുൻപ് സിംബാബ്വെ പര്യടനത്തിനുള്ള T20 ടീമിൽ അക്ഷർ പട്ടേൽ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ആരെങ്കിലും ചോദിച്ചോ എന്തുകൊണ്ടാണ് അക്ഷർ ഇല്ലാത്തതെന്ന്? ആരും വലിയ രീതിയിൽ അത് വിവാദമാക്കിയില്ല. കാരണം സെലക്ടർമാർക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ട്. ഏത് കളിക്കാരനെയും ഏത് T20 സാഹചര്യത്തിലും ഇറക്കാൻ പാകത്തിൽ സജ്ജമാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. സഞ്ജു സാംസണിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം വെറുമൊരു മിഡിൽ ഓർഡർ ബാറ്റർ മാത്രമല്ല, T20 ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കിടിലൻ ഓപ്പണർ കൂടിയാണ്. എന്നാൽ ഒരു T20 മത്സരത്തിൽ 2 ഓപ്പണർമാർക്ക് മാത്രമേ തുടക്കത്തിൽ ഇറങ്ങാൻ സാധിക്കൂ. നിലവിൽ T20 ടീമിലുള്ള മറ്റ് ഓപ്പണിംഗ് കോമ്പിനേഷനുകളെയും കൂടി പരീക്ഷിക്കേണ്ടത് മാനേജ്മെന്റിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ചില T20 പരമ്പരകളിൽ സഞ്ജുവിന് വിശ്രമം അനുവദിക്കേണ്ടി വരുന്നത്. അല്ലാതെ സഞ്ജു ഔട്ട് ഓഫ് ഫോം ആയതുകൊണ്ടല്ല. വലിയ T20 ടൂർണമെന്റുകൾ വരാനിരിക്കുന്ന സമയമാണിത്. ലോകകപ്പുകളോ പ്രധാന പരമ്പരകളോ അടുത്തെത്തുമ്പോൾ ടീം മാനേജ്മെന്റ് ഏതെങ്കിലും 11 കളിക്കാരെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകില്ല. ഏകദേശം 25-30 T20 കളിക്കാരെ ഒരേ ലെവലിൽ ഫിറ്റാക്കി നിർത്തേണ്ടതുണ്ട്. അതിനിടയിൽ ഏതെങ്കിലും ഒരു താരത്തിന് പരിക്കോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ പകരം ആരിറങ്ങും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ റൊട്ടേഷൻ പോളിസി. ഈ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും സഞ്ജുവിനെ പോലെയുള്ള താരങ്ങൾക്ക് ചില T20 മത്സരങ്ങളിൽ പുറത്തിരിക്കേണ്ടി വരുന്നത്. പക്ഷേ ആരാധകരുടെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാം. സഞ്ജു ക്രീസിലിറങ്ങി T20-ൽ അടിച്ചു തകർക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. സഞ്ജുവിനെ പുറത്തിരിക്കുമ്പോൾ കാണുന്ന ആ വിഷമം സ്വാഭാവികമാണ്. എന്നാൽ ദീപ് ദാസ്ഗുപ്ത വ്യക്തമാക്കുന്നത് പോലെ ഇത് സഞ്ജുവിന്റെ T20 കരിയറിന്റെ അവസാനമല്ല. മറിച്ച് ഇന്ത്യൻ T20 ടീമിന്റെ ദീർഘകാലമായുള്ള വിജയങ്ങൾക്ക് വേണ്ടി, ടീമിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി എടുത്തേ പറ്റൂ എന്ന് തോന്നിപ്പിക്കുന്ന ചില തന്ത്രപരമായ തീരുമാനങ്ങൾ മാത്രമാണിത്. സഞ്ജു ഇന്ത്യൻ T20 ടീമിന്റെ ഭാവി പ്ലാനുകളിൽ വളരെ നിർണായകമായ ഒരു റോൾ വഹിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. വരും T20 മത്സരങ്ങളിലും പരമ്പരകളിലും അദ്ദേഹം വീണ്ടും ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നും തന്റെ ബാറ്റിംഗ് കരുത്ത് തെളിയിക്കുമെന്നും നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ടീമിന്റെ വിജയത്തിന് വ്യക്തികളെക്കാൾ ഉപരിയായി T20 കോമ്പിനേഷനാണ് പ്രാധാന്യം നൽകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മളും തിരിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും T20 ടീമിലെ സഞ്ജു സാംസണെക്കുറിച്ചുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റൊട്ടേഷൻ പോളിസിയുടെ പേരിൽ സഞ്ജുവിനെ മാറ്റി നിർത്തുന്നത് ശരിയാണോ, അതോ എല്ലാ T20 മത്സരങ്ങളിലും അദ്ദേഹത്തിന് അവസരം നൽകണമായിരുന്നോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.